കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഒരു വീട്ടിലേക്ക് പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും ഒക്കെ കടന്നു വരുമെന്നാണ് ഫെങ്ഷുവിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജികളെ നമുക്ക് എന്തൊക്കെ ടൂളുകൾ ഉപയോഗിച്ച് ഒഴിവാക്കാം എന്നുള്ളതാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മളുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന നെഗറ്റീവ് എനർജികളെ തടയാനായിട്ട് നമുക്ക് ബക്കോ മിറർ ഉപയോഗിച്ച് അതിനെ തടയാനായിട്ട് സാധിക്കും. അപ്പം ഇത്തരത്തിലുള്ളൊരു ബാക്കോ മിറർ പ്രധാന ഡോറിൻ്റെ മുകളിൽ വെക്കുന്നത് 8 ദിക്കുകളുടെ സംരക്ഷണവും വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജികളെ തടയാനും ബാക്കോ മിറർ സഹായിക്കും. അതിനോടൊപ്പം തന്നെ ബക്കോ മിററിൻ്റെ ലെഫ്റ്റും റൈറ്റും ഒരു ഫ്യൂഡോഗിൻ്റെ സിമ്പിൾസ് വയ്ക്കുന്നത് വളരെ ഫലപ്രദമായിട്ട് ഫെങ്ഷുവിൽ കണക്കാക്കുന്നുണ്ട്. അടുത്തത്, പ്രധാന ഡോറിൻ്റെ സമീപത്ത് നമുക്ക് ഒരു ബൗളിനകത്ത് കുറച്ച് കല്ലുപ്പിട്ട് വെള്ളവും ഒഴിച്ചിട്ട് ഇത്തരത്തിലുള്ള ഒരു ബ്ലാക്ക് ടൊർമാലിൻ അതിനകത്ത് വെക്കുന്നത് വരുന്ന നെഗറ്റീവ് എനർജികളെ ഈ ബ്ലാക്ക് ടൊർമാലിൻ വലിച്ചെടുക്കും. എല്ലാ ദിവസവും ബ്ലാക്ക് ടൊർമാലിൻ ഒന്ന് വാഷ് ചെയ്ത് വീണ്ടും വെച്ച് കൊടുത്താൽ മാത്രം മതിയാവും. അത് കഴിഞ്ഞിട്ട് നാച്ചുറലായിട്ടുള്ള ക്ലസ്റ്റർ ഉണ്ട്. ഇത് വാങ്ങിച്ച് നമ്മുടെ ബെഡ്റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിനുള്ളിലേക്ക് വരുന്ന ആ ഒരു നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കുകയും അത് വിഘടിപ്പിച്ച് പോസിറ്റീവ് എനർജിയാക്കി തരികയും ചെയ്യാനുള്ള കഴിവ് ഈ ക്ലസ്റ്ററിനുണ്ടെന്നാണ് ഫെങ്ഷുവിൽ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ലക്കി ബാമ്പു. ഇപ്പം നമ്മുടെ വീട്ടിൽ സ്വീകരണ മുറിയിൽ ലക്കി ബാമ്പു വയ്ക്കാം. അപ്പോൾ ഇത് ലക്കി ബാമ്പു എന്ന് പറയുന്നത് ഒരു എലമെൻ്റാണ്, അതായത് ഫെങ്ഷുയുടെ 5 എലമെൻറ്റ്സിൽ വരുന്ന ഒരു എലമെൻ്റാണ് വുഡ് എലമെൻറ്റ്. അപ്പോൾ ആ വുഡ് എലമെൻറ്റിൽപ്പെട്ടതാണ് ലക്കി ബാമ്പു. അപ്പോൾ ലക്കി ബാമ്പു നമുക്ക് വെക്കാവുന്നതായിട്ട് സ്ഥലങ്ങളുണ്ട്. സ്വീകരണ മുറിയുടെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത്, അതായത് തെക്ക് കിഴക്ക് ഭാഗത്ത് ഈ ലക്കി ബാമ്പു വയ്ക്കുന്നത് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാൻ നല്ലതെന്നും, കിഴക്ക് ഭാഗത്ത് ലക്കി ബാമ്പു വയ്ക്കുന്നത് ആരോഗ്യം മെച്ചപ്പെടാൻ നല്ലതെന്നും, തെക്ക് വശത്ത് ലക്കി ബാമ്പു വയ്ക്കുന്നത് പേരും പ്രശസ്തി ഉണ്ടാവാൻ നല്ലതെന്നും ഫെങ്ഷുവിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് തെക്ക് കിഴക്ക് ഭാഗത്തും തെക്ക് വശത്തും അത് വെള്ളം അതിൻ്റെ കൂടെ ചേർക്കാൻ പാടില്ല. ജെല്ലോ എന്തെങ്കിലും ഇട്ടിട്ട് വേണം വെക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ മണ്ണിട്ടിട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പോൾ ലക്കി ബാമ്പു വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ വലിച്ചെടുക്കുന്നതായിട്ടും ഫെങ്ഷുവിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് നെഗറ്റീവ് എനർജി ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ വിൻഷെയ്ഡ്, ഇത് വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ സമീപത്ത് ഇത് ഹാങ് ചെയ്യുന്നത് ഇളം കാറ്റിൽ ഇത് ചെറുതായിട്ട് ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മൾ അവിടെ ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ അവിടെ കെട്ടി നിൽക്കുന്ന നെഗറ്റീവ് എനർജികളെ ഒഴിവാക്കാനായിട്ട് ഈ വിൻചെയിൻ നമ്മളെ സഹായിക്കും. അങ്ങനെ ഫെങ്ഷുവിൽ ഒത്തിരി ടൂളുകളുണ്ട്. നെഗറ്റീവ് ഊർജ്ജത്തെ ഒഴിവാക്കാനും പോസിറ്റീവ് എനർജിയെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒത്തിരി ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മറ്റൊരു ടൂള് പരിചയപ്പെടുത്താം. ഇതെന്ന് പറയുന്നത് 4 ദിക്കുകളുടെ സംരക്ഷണത്തിനായിട്ട് ചൈനക്കാർ ഉപയോഗിക്കുന്ന വളരെ ഫലപ്രദമായിട്ടുള്ളൊരു സിമ്പലാണ്. ഇത് കിഴക്ക് വശത്ത് ഉപയോഗിക്കുന്ന ഡ്രാഗണാണ്. ഇത് പടിഞ്ഞാറ് വശത്ത് ഉപയോഗിക്കുന്ന വൈറ്റ് ടൈഗറാണ്. ഇത് തെക്ക് വശത്ത് ഉപയോഗിക്കുന്ന ഫീനിക്സ് ബേർഡാണ്. ഇത് വടക്ക് വശത്ത് ഉപയോഗിക്കുന്ന ടോട്ടോയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ടൂളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്താനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ നേരത്തെ ഫെങ്ഷുയുടെ ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കൊറോണ സമയമായപ്പോൾ അതൊന്ന് സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ വീണ്ടും ആൾക്കാർ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡിസംബർ മുതൽ നമ്മൾ വീണ്ടും ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നേരത്തെ കൂട്ടി തന്നെ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇത് ആദ്യം ഒരു 1 ഡേ ക്ലാസ് ആയിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ബേസിക് കോഴ്സാണ് ആദ്യം ചെയ്യുന്നത്. അപ്പം അത് പഠിച്ച് താല്പര്യമുള്ളവർക്ക് ബാക്കി അഡ്വാൻസ് കോഴ്സ് ഫ്ലൈങ് സ്റ്റാർ ഉൾപ്പെടെയുള്ളത് പഠിക്കാവുന്നതാണ്. അപ്പം ഈ ബേസിക് കോഴ്സിൽ തന്നെ നിങ്ങളുടെ വീട് നിങ്ങൾക്ക് ഫെങ്ഷു പ്രകാരം എങ്ങനെ കറക്റ്റ് ചെയ്യാം, ബേസിക് റൂൾ ഉപയോഗിച്ച് എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്നുള്ളത് അത് പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.